ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. വേറെ ഒന്നുമല്ല, പെൺകുട്ടിയും ക്രഷും. കുറേ ആൾക്കാർക്ക് എപ്പോഴുള്ള ഒരു സംശയത്തിന് ഉത്തരവായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനലിൽ കാണുന്നതെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണം. അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് കൂടി അടിക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും ഇപ്പോഴും ഉള്ളൊരു സംശയമാണ്, നിങ്ങൾക്ക് ഒരു പെൺകുട്ടിയോട് ക്രഷ് അടിച്ചു, എന്നാലോ ആ ഒരു പെൺകുട്ടി ഇടയ്ക്ക് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്, നിങ്ങളെ ഇടയ്ക്ക് നോക്കുന്നുണ്ട്, എന്നാലോ നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഫേസ് പെട്ടെന്ന് മാറ്റുന്നു തുടങ്ങി നിരവധി ഡൗട്ടാണ് പലർക്കും. ഇതെന്തായിരിക്കും ഇങ്ങനെ? ഇതിനുള്ളൊരു കറക്റ്റ് ഉത്തരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ 2 കേസാണ് നോക്കുന്നത്. ഒന്നാമത്തേത് ബോയ്സ് ടു ഗേൾസും, രണ്ടാമത്തേത് ഗേൾസ് ടു ബോയ്സ് ക്രഷും. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അല്ലേ. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് നമ്മുടെ ബോയ്സ് ടു ഗേൾസ് ആണ്. അതായത് നിങ്ങൾക്ക് ഒരു പെൺകുട്ടിയോട് ക്രഷ് തോന്നി, നിങ്ങൾ ആൺകുട്ടികൾക്ക്. ഒരു 3-4 ദിവസം നിങ്ങളിങ്ങനെ ആ ഒരു പെൺകുട്ടിയുടെ പുറകെ നടക്കുന്നു, അവൾ എന്തൊക്കെ ചെയ്യുന്നു തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുകയാണ്. അവൾക്ക് എന്നാലോ ഒരു റെസ്പോൺസും ഇല്ല നിങ്ങളോട്. ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ പൊന്നു സഹോദര അല്ലെങ്കിൽ എൻ്റെ പൊന്നനിയ, നിങ്ങൾക്കൊരു കാര്യം അറിയുമോ? നിങ്ങൾ ആദ്യമായിട്ട് ആ ഒരു പെൺകുട്ടിയെ നോക്കൂലേ, ആ ഒരു സമയം മുതൽ അവൾക്കറിയാം നിങ്ങൾ അവളെ നോക്കുന്ന കാര്യം. എന്നാലും അവൾ മനഃപൂർവ്വം അത് പുറത്ത് കാണിക്കാത്തതാണ്. അപ്പോൾ നിങ്ങൾ പല ബോയ്സും വിചാരിക്കും, ഞാനിങ്ങനെ അവളെ നോക്കുന്നുണ്ട്, അവൾക്കത് മനസ്സിലായി കാണുമോ? അതെന്താണ് അവൾ എന്തെങ്കിലും ഇടയ്ക്ക് നോക്കുന്നത്, അവൾ എന്തുകൊണ്ടാണ് ചിരിക്കുന്നത്? ഇതൊക്കെ വേറെ ഒന്നും കൊണ്ടല്ല. നിങ്ങൾ ആദ്യമായിട്ടൊരു പെൺകുട്ടിനെ കണ്ടു, ഇഷ്ടപ്പെട്ടു, നിങ്ങൾ നോക്കി. നിങ്ങൾ 2 തവണ നോക്കുമ്പോഴത്തേക്കും അവൾക്ക് ആ ഒരു കാര്യം ഉള്ളിൽ കത്തും, നിങ്ങൾ എന്തിനാണ് അവളെ നോക്കുന്നത് എന്ന്. എന്നാലോ അവളത് പുറത്ത് കാണിക്കത്തേ ഇല്ല. ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ പുറകെ നടക്കുകയാണ്, നിങ്ങൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ നോക്കുന്നു, പക്ഷെ അവൾക്കൊരു റെസ്പോൺസും കാര്യങ്ങളൊന്നും ഇല്ല. അതിനർത്ഥം അവൾക്ക് നിങ്ങളെ ഇഷ്ടമല്ല എന്നല്ല. നിങ്ങൾ പോയിട്ട് അവളോട് പറയണം. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു പെൺകുട്ടി ഒരു മൈൻഡ് ചെയ്യാതെ നടക്കുന്നത്. ചില പെൺകുട്ടികൾക്കൊക്കെ ഇങ്ങനെ ആൺകുട്ടികൾ ഇങ്ങനെ പുറകെ നടക്കുന്നതും ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അവർക്കത് ഭയങ്കര ഒരു അഭിമാനമാണ് ചില പെൺകുട്ടികൾക്ക്. എന്നാൽ ചിലർക്കാണെങ്കിൽ അത് താല്പര്യമില്ല. ഒന്നില്ലെങ്കിൽ അവർക്ക് വേറെ റിലേഷൻഷിപ്പ് കാണും, അല്ലെങ്കിൽ അവർക്ക് അവരുടെ പേരൻസ് പറയുന്ന ആളെ കല്യാണം കഴിക്കണം. അങ്ങനെയുള്ളവർക്ക് ഇതൊന്നും അത്രയ്ക്ക് ഇഷ്ടമല്ല. എന്നാൽ ഒട്ടുമിക്ക പെൺകുട്ടികൾക്കും ഇങ്ങനെ ആൺകുട്ടികൾ പുറകെ നോക്കി നടക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അവർ ഗേൾസിന്റെ ഇടയിൽ തന്നെ ഈ ഒരു കാര്യം പറയും, കണ്ടോ അവൻ എന്നെ നോക്കി, അവൻ എന്നെ നോക്കി എന്നൊക്കെ പറഞ്ഞവർ പറയാറുമുണ്ട്. അവരത് ശരിക്കും എൻജോയ് ചെയ്യാറുമുണ്ട്. എന്നാലോ നിങ്ങളെ ബോയ്സിന്റെ അടുത്ത് അവർ പുറത്ത് കാണിക്കത്തേ ഇല്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ ആൺകുട്ടികൾ ഒരു പെൺകുട്ടീനെ നോക്കുമ്പം ആ ഒരു പെൺകുട്ടിക്ക് കാര്യം മനസ്സിലാവും. എന്നാലോ അവളത് പുറത്ത് കാണിക്കത്തേ ഇല്ല. നിങ്ങളുടെ അടുത്ത് മാത്രമല്ല, അവളുടെ ഫ്രണ്ട്സിനോടും ആദ്യമേ അവളതൊന്നും പറയത്തില്ല. എന്നാലോ ഈ കൂടെ നടക്കുന്ന ഫ്രണ്ട്സ് ഇവളുടെ ഈ പെരുമാറ്റം മാറുമ്പോഴത്തേക്കും അവൾക്കത് മനസ്സിലാവും. അങ്ങനെ അവരായിരിക്കും പൊക്കുന്നത്. പിന്നെ ആയിരിക്കും ഈ ഒരു പെൺകുട്ടി ഈ കാര്യമൊക്കെ അവരോട് പറയുന്നത്. ഇങ്ങനെയായിരിക്കും ബാക്കിയുള്ള എല്ലാവരും അറിയുന്നത്. എന്നാലോ നിങ്ങൾ ആൺകുട്ടികളുടെ അടുത്തത് കാണിക്കത്തേ ഇല്ല. ആസ് എ ഗേൾ എന്ന രീതിയിൽ എനിക്കൊരു 100% റിലേറ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഡൗട്ട് എല്ലാവർക്കും തീർന്നു എന്ന് വിചാരിക്കുന്നു. ഇനി സെക്കൻഡ് കേസ് നോക്കാം. അതായത് ഒരു പെൺകുട്ടിക്ക് ഒരു ആൺകുട്ടിയോട് ക്രഷ് അടിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, ആദ്യം തന്നെ ആ ഒരു പെൺകുട്ടി നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അവളത് അവളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയും, എടി എനിക്ക് ഈ ഒരു ആളോട് ഇച്ചിരി താല്പര്യമൊക്കെ തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും കൂടെ നടക്കുന്ന ഫ്രണ്ട്സ് എന്താണേലും സപ്പോർട്ട് ചെയ്തേ ഉള്ളൂ. അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ അവരും കൂടി കൂടിയിട്ടായിരിക്കും നിങ്ങളെ വാച്ച് ചെയ്യുക. പിന്നെ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഫേസൊക്കെ മാറ്റും. പിന്നെ നിങ്ങൾ ആരോടെങ്കിലൊക്കെ സംസാരിച്ചോടെ നിൽക്കുമ്പോൾ അവൾ അവിടെ വന്ന് നിന്നിട്ട് ഒച്ചയ്ക്ക് സംസാരിക്കും, അല്ലെങ്കിൽ കൈകൊട്ടി ചിരിക്കും. കൂടുതൽ അട്രാക്ഷൻ പിടിച്ചു പറ്റാൻ വേണ്ടി അവൾ ശ്രമിക്കത്തേ ഉള്ളൂ. കാരണം വേറെ ഒന്നുമല്ല, നിങ്ങളായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അവളെ ചെന്ന് പ്രപ്പോസ് ചെയ്യണം. അതാണ് ഒട്ടുമിക്ക പെൺകുട്ടികൾക്കും ഇഷ്ടം. പൊതുവെ ഗേൾസിന് പോയിട്ട് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി കുറച്ച് മടിയൊക്കെ ഉണ്ട്. കൂടുതലും ആൺകുട്ടികൾ പോയി പ്രപ്പോസ് ചെയ്യുന്നതാണ് അവർക്ക് ഇഷ്ടം. നിങ്ങൾ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി നിങ്ങളോട് കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ആകാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. നിങ്ങളുടെ അടുത്ത് വന്നിരിക്കും, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം തിരക്കും തുടങ്ങി കൂടുതൽ അട്രാക്ഷൻ പിടിച്ചു പറ്റാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും അവൾ ചെയ്യും എന്നതാണ് സത്യം. ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെൺകുട്ടീനെ പറഞ്ഞു വിടുന്നത് അവളുടെ ഫ്രണ്ട്സ് ആയിരിക്കും. തുടങ്ങി നിങ്ങളുടെ കൂടെ ഇരിക്കാനും തുടങ്ങി എന്ത് കാര്യം ഉണ്ടെങ്കിലും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കി കൊടുക്കുന്നതും പൂർണ്ണ സപ്പോർട്ട് ചെയ്യുന്നു ആ ഒരു പെൺകുട്ടിയുടെ കൂട്ടുകാരായിരിക്കും.
അതായത് നിങ്ങളൊന്ന് സെറ്റാകുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും, അതായത് നന്നായിട്ട് അട്രാക്ഷൻ പിടിച്ചു പറ്റാനും തുടങ്ങി എന്ത് കാര്യങ്ങളുണ്ടോ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു ഫ്രണ്ട്സ് ആയിരിക്കും. അതുകൊണ്ട് പൊതുവെ പെൺകുട്ടികൾക്ക് അവരുടെ പുറകെ ഇങ്ങനെ നടക്കുന്നതും അവളെ പ്രപ്പോസ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് ആരോടെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിലും കൂടുതലായിട്ട് അവനെ അട്രാക്ട് ചെയ്യിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഒച്ചത്തിൽ സംസാരിക്കാൻ തുടങ്ങി അവളെ കൊണ്ട് എന്തൊക്കെ പറ്റുമോ അതൊക്കെ അവൾ ചെയ്യും. അത് വേറെ ഒന്നിനുമല്ല, നിങ്ങൾക്ക് അവളോട് ഇഷ്ടം തോന്നിയിട്ട് നിങ്ങളായിട്ട് പോയി അവളോടത് പറയണം, നിങ്ങൾ പ്രപ്പോസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങനെ ഒച്ചത്തിൽ സംസാരിക്കുകയും തുടങ്ങി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് ആൺകുട്ടികൾക്ക് പെൺകുട്ടിയോട് ക്രഷ് അടിച്ചാലും പെൺകുട്ടിക്ക് ആൺകുട്ടിയോട് ക്രഷ് അടിച്ചാലും ആ പെൺകുട്ടി വിചാരിക്കുന്നത് നിങ്ങളായിട്ട് പോയി പ്രപ്പോസ് ചെയ്യണം എന്ന് തന്നെയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഒട്ടുമിക്ക ഗേൾസും നിങ്ങളിങ്ങനെ ബോയ്സ് പുറകെ നടക്കുന്നവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നവരാണ്. അല്ലാത്ത പക്ഷം ആൾക്കാരെന്ന് പറയുന്ന ഒന്നില്ലെങ്കിൽ റിലേഷൻഷിപ്പിന് താല്പര്യമില്ല, അവരുടെ പേരൻസ് പറയുന്നവരെ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ ഓൾറെഡി അവർക്ക് ആരെങ്കിലും ഇഷ്ടമുള്ളവരായിരിക്കും. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു സംശയം എല്ലാവരുടെയും തീർന്നു എന്ന് തന്നെ വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു കുഞ്ഞി കമൻറ്റ് കൂടി ഇടണേ. കാരണം നിങ്ങളുടെ ഒരു കുഞ്ഞി കമൻറ്റ് എന്ന് പറയുന്നത് എനിക്ക് വലിയ മോട്ടിവേഷനാണ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണേ എന്ന്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുള്ളായി എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം ഒരു കിടിലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.